പറയുന്നത് നമ്മുടെ നാടിന്റെ ബുദ്ധിപരമായ ഔന്നത്യത്തെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ശിഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനോട് ക്ഷമ ചോദിക്കുന്നതിനുള്ള ഒരു നല്ല വേദിയായിട്ട് കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പുതിയ നല്ല മാതൃക ഭാവി തലമുറയ്ക്ക് ഒരു മാതൃകയാകട്ടെ. നമ്മുടെ മുഴുവൻ അഭിമാനം ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ. സാറിന്റെ പുസ്തകം ഏകദേശം 1.5-2 മണിക്കൂറോട് വായിച്ചു തീർക്കാവുന്ന പുസ്തകം വായിച്ചു തീർന്നപ്പോൾ വലിയ നല്ല ആശയങ്ങളാണല്ലോ. ചെറിയ ചെറിയ വാക്കുകളിലൂടെ, ചെറിയ ചെറിയ ചിത്രങ്ങളിലൂടെ അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ശാസ്ത്രീയമുണ്ട്, മനഃശാസ്ത്രമുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് സാധാരണക്കാർക്ക് പോലും ലോക പ്രപഞ്ച സത്യങ്ങളും പ്രപഞ്ച വീക്ഷണങ്ങളും ഒക്കെ മനസ്സിലാക്കത്തക്ക രീതിയിൽ, ഒട്ടും ദുർഗ്രഹമല്ലാത്ത രീതിയിൽ, വളരെ സുതാര്യമായ രീതിയിൽ സാറിന് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പുറകിലെങ്ങാനുള്ള ഒരാള് ഇത് കേൾക്കാനായിട്ട് എയർഫോഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. അയാളോട് പറഞ്ഞതിന് ശേഷം എന്നോട് വന്ന് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വലിയൊരു കക്ഷിയുണ്ട്, സ്വാമി ഉണ്ടല്ലോ, ആ കക്ഷിയോടെ കുറേ ആൾക്കാരെ ഉണ്ടോ, ഉഗ്ര പ്രസംഗങ്ങളായിരുന്നു. ഞാനൊന്ന് ഒരു 10-15 മാസമായിട്ടുണ്ട്, ഞാൻ 5-6 കേൾക്കാൻ സാധിച്ചുള്ളൂ. വളരെ വലിയ പരിപാടിയായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് അന്വേഷിച്ചപ്പോൾ പലരും അതിനെപ്പറ്റി പുസ്തകങ്ങൾ നടത്തുന്ന പ്രസംഗത്തെപ്പറ്റി ഒക്കെ നല്ല അഭിപ്രായം ഒന്ന് അവരുടെ ആശയങ്ങളിലൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളായി. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുകയും അതിൽ സായുജ്യം കണ്ടുകയും ചെയ്ത ശിവസാറിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല കാര്യമാണ് എന്ന് തന്നെ അടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാമാന്യ രീതിയിൽ ചിന്തിക്കുമ്പോൾ ശിവസാറിന്റെ ഇപ്പോൾ വഴിവിട്ട രീതിയാണ് തോന്നിയെങ്കിലും അത് 99% ആൾക്കാർ ഞാൻ ആദ്യം പറഞ്ഞു നമ്മളൊക്കെ ഈ സുഖത്തിന്റെ പിന്നാലെ പോകുന്ന കർമ്മം നിർവഹിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ജോസഫ് മരുതനാടി, മുൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യുകയാണ്. വിദ്യാർത്ഥി വിവിധ മതഗ്രന്ഥങ്ങൾ പഠിച്ച് അതേപ്പറ്റി സംസാരിച്ച് കേരളത്തിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് തൻ്റെ അറിവുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥി. അതുപോലെ ഒരു വൈദികനാകാൻ വേണ്ടി സെമിനാരിയിൽ ചേരി ആ രീതിയിലും അദ്ദേഹം അതുപോലെ മഹൽ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ പോയി താമസിക്കുകയും പഠിക്കുകയും ചെയ്തു. ചിന്തകൾ എന്ന പേരിൽ ഇതുവരെയുള്ള തൻ്റെ പഠനത്തിൻ്റെയും ചർച്ചകളുടെയും പ്രസംഗങ്ങളുടെയും എല്ലാം അതിൻ്റെ ഒരു ആകത്തുക എന്നുള്ള നിലയിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്ന നവീന ചിന്തകൾ സത്യത്തിൽ അനിൽ സാർ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയിരുപ്പിൽ നിന്ന് കഴിഞ്ഞ നവംബർ മാസം 18-ാം തീയതി ഒരു സ്വാമി 2 പ്രാവശ്യം ഇതുപോലെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ നവംബർ 18-ാം തീയതി അദ്ദേഹവുമായിട്ട് കണ്ടു. ഈ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുന്നത് കാരണം 1975 ഇന്ന് ഇവിടെ ഈ വേദി പങ്കിട്ടപ്പോൾ ബഹുമാനായ അധ്യക്ഷനും മുഖ്യപ്രഭാഷണം നടത്തിയ പ്രസിഡന്റും തന്റെ ചിന്തകളും ഒരുമിച്ച് കൂട്ടിയിണക്കി ഒരു വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഭാവിക്ക് വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പുസ്തക രൂപത്തിൽ കുറെ ആശയങ്ങൾ നവീന ആധ്യാത്മിക ചിന്തകൾ എന്ന രീതിയിൽ നിറച്ചിരിക്കുന്ന ഈ പുസ്തകം തീർച്ചയായും വരുന്ന തലമുറയ്ക്ക് വളരെ പ്രയോജനപ്പെടും എന്നതാണ് അതിന്റെ ആശയങ്ങൾ. അങ്ങേയറ്റം പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിറഞ്ഞതാണ് ഈ വേദി. ഇവിടെ വിദേശ വാർത്താ മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്നവർ മുതൽ നമ്മുടെ കേരളത്തിലെ
പ്രമുഖമായ മാതൃഭൂമി പത്രത്തിൻ്റെ ലേഖകൻ വരെ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഈ സദസ്സിൻ്റെ വലിപ്പം തന്നെ, ആശയപരമായ വലിപ്പം തന്നെ എന്ന് പറയാൻ സാധിക്കുന്നതാണ്. പൂർണ്ണചന്ദ്രന്മാരായ നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഈ യോഗത്തിന് കാരണഭൂതനായ ശ്രീ ജോഷിയേട്ടൻ്റെ ഈ സംരംഭം എന്തുകൊണ്ടും പ്രശംസനീയമാണ്.